അത് നിലനിർത്താനുള്ള ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടുന്ന രംഗങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് മതവിദ്യാഭ്യാസവും ഭൗതികവും കൂടി സമന്വയിക്കാൻ പറ്റിയ ഇസ്ലാമിക സ്ഥാപനങ്ങളും ചെറുതെങ്കിലും നമ്മുടെ നാടുകളിലുണ്ട്. വലിയ സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ സ്ഥാപനം, വലിയ സേവനം. നമ്മുടെ തിരുവനന്തപുരത്ത് ദാറുൽ അർക്കം അൽ ഹിന്ദ് എന്ന പേരിൽ അറബിക് കോളേജുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തെ തീരെ അവഗണിച്ചുകൊണ്ടല്ല, ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് മതവിദ്യാഭ്യാസം കൂടി കൊടുക്കുന്ന നമ്മുടെ വേറൊരു ജനതയും ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പഠിക്കുന്നുണ്ടാവില്ല, ഉറപ്പാണ്. കാരണം അത്രയേറെ വലിയ വിഷയങ്ങൾ, അടിസ്ഥാനപരമായ മൂല്യമേറിയ വിഷയങ്ങൾ, വിശ്വാസം, കർമ്മം, ഭാഷ, ഖുർആനിൻ്റെ വ്യാഖ്യാനം, ഹദീസ്, ഇങ്ങനെയൊക്കെ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് SSLC കഴിഞ്ഞവർക്ക് കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഹ്യൂമാനിറ്റീസ് കോഴ്സ് +1 +2 ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഡിഗ്രി 3 വർഷം ചെയ്യാൻ ഉള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മതവിദ്യാഭ്യാസവും ഭൗതികവും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംരംഭങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പിന്തുണയ്ക്കേണ്ടതാണ്. നമ്മൾ ആദർശം അറിയുന്ന ആളുകൾ, തൗഹീദിനെ സ്നേഹിക്കുന്ന ആളുകൾ. അപ്പം നമ്മുടെ മക്കളെ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുണം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടുവന്ന മക്കൾ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർന്നതോടുകൂടി പിന്നെ അത് നമ്മുടെ മക്കളല്ലാതായി മാറുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു കോലമായി തീരും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. മക്കൾ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങളെല്ലാം പലർക്കെ തുറന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് അറബി കോളേജുകളിൽ ചേർത്തെന്ന് പറഞ്ഞ് എന്തായിത്തീരും, ഭാവി എന്തായിത്തീരും, പട്ടിണി കിടന്ന് അങ്ങനെ ചത്തുകയൊന്നുമില്ല, പട്ടിണി കിടന്ന് ചാകുകയൊന്നുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദീന് പഠിച്ചത് കൊണ്ടോ മതവിദ്യാഭ്യാസം ആർജിച്ചത് കൊണ്ടോ ആരും പട്ടിണി മരണം ഇൻഷാ അല്ലാഹ് ഉണ്ടാകില്ല. അത് പഠിച്ചത് കൊണ്ട് ഒരു വേള റിസ്ക് കിട്ടാനാണ് സാധ്യത. അള്ളാഹുവിൻ്റെ ദീനിൽ മുന്നിടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുതരും. അതെൻ്റെ വാഗ്ദാനമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ വീട്ടുകാർക്ക് പോലും വാപ്പയ്ക്ക് ഉപജീവനം വിശാലമാകുന്നത്, റിസ്ക് കിട്ടുന്നത് മക്കൾ ദീന് പഠിക്കുന്നതുകൊണ്ടായിരിക്കും. വാപ്പയുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ജോലിയിൽ ധന്യത ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. ഇതെന്തെന്ന് പറയുക, കാരണം ചിലപ്പോൾ മകൻ ഹിഫ്ള് പഠിക്കുന്നുണ്ടാകും, മകൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഒരു അവസരത്തിലേക്ക് പോയിട്ടുണ്ടാകും. അതിലൂടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വരെ ബർക്കത്ത് കിട്ടും. പക്ഷെ വാപ്പയും ഉമ്മയും സംതൃപ്തരായിരിക്കണം. അതിൽ അവരെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ വിടണം. അത്തരം ദീനി കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇനി ചിലർക്ക് ദുന്യവ്യായ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പഠിക്കാനാണ് ഉറച്ച തീരുമാനം, അതിലെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളുവെങ്കിൽ അങ്ങനെ വന്നാൽ തന്നെയും മതവിദ്യാഭ്യാസം കിട്ടാനുള്ള സാഹചര്യം പരമാവധി നമ്മൾ അവർക്ക് ഉറപ്പുവരുത്തിയാൽ മതിയാകും. ഇല്ലെങ്കിൽ അവിടെ പോകുന്ന കോളേജുകളിലെ തെറ്റായ സന്ദേശങ്ങൾ,